എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ കക്ക ഇറച്ചി ഫ്രൈ. ആദ്യം കക്ക നല്ല വൃത്തിയായിട്ട് അത് ഞെക്കി അതിനകത്തുള്ള ആ വേസ്റ്റ് മുഴുവൻ കളയണേ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം. ഉരുളി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനമാണ് വേണ്ടത്. തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനമാണ് വേണ്ടത്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചല്ലോ, അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം. ആ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ഇത്ര ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണേ. തേങ്ങ ഒന്ന് ചുമന്ന് വരത്തക്ക രീതിയിൽ ആകുന്നവരെ മൂപ്പിക്കുക. തേങ്ങ മൂത്തതിന് ശേഷം അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റുക. ആ കൂടെ ഉള്ളി വഴറ്റാൻ ആവശ്യമായ ഉപ്പും ചേർക്കുക. ഒത്തിരി ഉപ്പ് കൂടി പോകരുതേ. ആ ഉള്ളി ഒക്കെ വഴന്നു വന്നല്ലോ, അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിൽ ചേർക്കേണ്ട പൊടി പറയാം. കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയും, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല ഇല്ലേ, അതിൻ്റെ കുറച്ച് പൊടി. എനിക്കിതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കൈ കണക്കാണ്. ഇതെല്ലാം കൂടി എടുത്ത് വച്ചേക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നറിയപ്പോൾ, ഈ വഴറ്റിയ ഉള്ളി, പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലേക്കില്ലേ, അതൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് കോരി മാറ്റണേ. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. അത് കുറച്ച് കോരി മാറ്റിയതിന് ശേഷമാണ് അതിനകത്ത് ഈ ചൂടായ ചട്ടിക്കകത്തേക്ക് നമ്മൾ ഈ പൊടി ഐറ്റംസ്, ഈ പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും തീ വളരെ കുറച്ചിടണം, ലോ ഫ്ലെയിമിലിടണം. പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ മൂത്തതിന് ശേഷം അതിനകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കുക. ഉള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു. പിന്നെ ഈ കക്കയ്ക്ക് വേണ്ടി പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തേ. ഒത്തിരി ഉപ്പും മറ്റേ വാരിക്കോരി ഇടരുത്, ആവശ്യത്തിന് മാത്രം. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് എണ്ണ ചേർക്കാവേ. അങ്ങനെ നമ്മുടെ കക്ക നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇല്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ ചേർത്താലൊരു കുഴപ്പം എന്താണെന്നറിയാമോ, ഈ കക്ക ഇത്രയും ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കരിഞ്ഞു പോവേ. അതുകൊണ്ടാണ് ഇത് കുറച്ച് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ അവസാന സമയത്ത് ചേർക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു വഴറ്റിയ ടേസ്റ്റും പച്ചമുളകും ഇഞ്ചി എല്ലാം അതിൻ്റെ കരിയാതെ കിട്ടും.
ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പെരിഞ്ചീരകം ചതച്ചത്, കറുവപ്പട്ട ഒക്കെ കൂടിയുള്ള എല്ലാ പൊടികളും ചതച്ചത്, പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി. അവസാനം നല്ല ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് ചേർക്കാവുള്ളൂ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം കേട്ടോ. ചിലർ കക്കയിറച്ചി വേവിക്കുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചൊക്കെ വേവിച്ചിട്ടാണ് വീണ്ടും കടുക് പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുമ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതുപോലെ കക്ക ഇതിനകത്തേക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് ഇരിഞ്ഞ് മുരിഞ്ഞ് ഇത് ഫ്രൈ ആകുമ്പോഴാണ് കക്കയുടെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അങ്ങനെ നമ്മുടെ കക്ക നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കേ.